ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമസ്തേ കൊച്ചി. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് ക്യാരറ്റ് ഹൽവയാണ്. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ചീഫ് ഗസ്റ്റിനെ വിളിക്കാം. അപ്പോൾ മമ്മയാണ് നമുക്ക് ടേസ്റ്റിംഗ് ചീഫ് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്കാരൻ ടേസ്റ്റ് ചെയ്തിട്ട് ക്യാരറ്റ് ഹൽവ എങ്ങനെയാണെന്ന് പറയും. അതനുസരിച്ച് നമ്മൾ ബാലൻസ് വീഡിയോസിൽ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പം ഗായ്സ്, പുള്ളിക്കാരൻ ടേസ്റ്റ് ചെയ്യാൻ പോണെയാണ്. എന്താ പറയണതെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, வெரி குட். ஃபர்ஸ்ட் டைம் ஆமாம், நல்லா தான் இருக்கு. ஸ்வீட்டே வந்து ரொம்ப அதிகமாக இல்லை, மாடரேட்டாக இருக்கு. நாட் மோர் ஸ்வீட்டு. அந்த அந்த பால்கோவா ஸ்மெல் இருக்கு. திக் என்ன சொல்றது, அந்த ஃப்ளேவர், பால்கோவோட ஃப்ளேவர், ஸ்மெல் அண்ட் ஃப்ளேவர் இருக்கு. வெரி குட். பட் சுகர் இஸ் ஆவரேஜ். இட்ஸ் குட் ஆக்சுவலி, நாட் மோர் சுகர் ஆக்சுவலி. குட் டேஸ்ட், வெரி குட். Very tasty. കൊള്ളാം. Very good. Very good. நீங்கள் ட்ரை பண்ணி பாருங்க வீட்டில். ஓகே. It actually is very big process actually to making guava at home. But we prepared ourselves the guava yesterday and we form like this like ghee, solid one, butter. We made like butter. So then we used our homemade guava to prepare this kajal halwa, sorry, carrot halwa. Okay, good. Enjoy. Thank you. Yes. അപ്പോൾ മക്കളെ, ക്യാരറ്റ് ഹൽവയ്ക്ക് ആദ്യമായിട്ട് വേണ്ടത് ക്യാരറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കണ്ടപ്പോൾ മേടിച്ചതാണ് കേട്ടോ. ഇത് നമ്മുടെ സാധാ ക്യാരറ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ ക്യാരറ്റൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇത് ക്യാരറ്റാണെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതും മറ്റേ ഓറഞ്ച് ക്യാരറ്റും കൂടിയാണ് നമ്മൾ റെഡിയാക്കാൻ പോണത്. അപ്പോൾ ഈ ക്യാരറ്റ് ഞാൻ പീൽ ചെയ്തിട്ടില്ല. മറ്റേ ക്യാരറ്റ് കുറച്ച് ദിവസം വീട്ടിലിരിക്കുന്ന കാരണം കൊണ്ട് അത് ഷ്രിങ്കായി. അപ്പോൾ അത് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചേക്കണമായിരുന്നു. അപ്പോൾ ഈ ക്യാരറ്റ് നമുക്ക് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. സോ നല്ല റെഡ് കളറുള്ള സംഭവമാണ് കേട്ടോ. ഇത് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയ അടിപൊളിയായിരിക്കും മക്കളെ, സൂപ്പറായിരിക്കും. അപ്പം ഞാൻ 2 തരം ക്യാരറ്റും ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കാം. ഷ്രെഡ് ചെയ്തെടുക്കുമ്പം നിങ്ങൾ കണ്ടില്ലേ, ഈ വലിയ രീതിയിലുള്ള ഹോള് പോലത്തെ സംഭവത്തിലാണ് നമ്മൾ ഷ്രെഡ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ എടുത്താലാണ് അതിൻ്റെ എനിവേസ് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുമ്പോൾ അത് കുഞ്ഞിതാവുമെങ്കിലും കുറച്ചെങ്കിലും കാണണമെങ്കിൽ ഇതേപോലെ അടിപൊളിയായിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ ഷ്രെഡ് ചെയ്തെടുക്കണം. സോ ഗൈസ്, നമ്മുടെ ഷ്രെഡിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വേണ്ട സംഭവമാണ് ഷുഗർ. ഞാനിവിടെ എടുക്കുന്നത് ബ്രൗൺ ഷുഗറാണ് കേട്ടോ. വൈറ്റ് ഷുഗർ എടുത്താലാണ് ക്യാരറ്റ് ഹൽവയ്ക്ക് കുറച്ചും കൂടി ഭംഗിയുള്ളത്. പക്ഷേ എൻ്റെ കയ്യിലുള്ളത് ബ്രൗൺ ഷുഗർ ആയതുകൊണ്ടാണ് ഞാൻ അത് എടുക്കുന്നത്. പിന്നെ ഞാൻ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ വെള്ള കളർ സംഭവമില്ലേ, അത് 1 ലിറ്റർ പാല് കാച്ചി കുറിച്ച് നമ്മൾ മെൽറ്റ് ചെയ്ത് 100 ml ആക്കിയേക്കലാണ്. പിന്നെ ഇവിടെ ഞാൻ കോവ എടുത്തിട്ടുണ്ട്. കോവ ഇതുപോലെ തന്നെ എന്നിട്ട് ഉണ്ടാക്കണതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിലുണ്ട്. നിങ്ങൾക്ക് കോവ ഉണ്ടാക്കണതിൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. അതും പാലിങ്ങനെ കാച്ചിക്കുറിച്ച് ഉണ്ടാക്കുന്ന സംഭവം കേട്ടോ. പിന്നെ നട്ട്സും വേണം, പിന്നെ നമ്മുടെ കാടമും വേണം കേട്ടോ. അപ്പം ആദ്യം തന്നെ നമ്മൾ പാനിലോട്ട് ഈ ഷ്രെഡ് ചെയ്ത് വെച്ച ക്യാരറ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ നെയ്യല്ല ആദ്യം ഇടുന്നത്, ഞാൻ ക്യാരറ്റാണ് ഇടുന്നത്. ക്യാരറ്റ് ഇട്ടിട്ട് നമ്മളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് നന്നായിട്ട് അതിൻ്റെ വെള്ളം എന്താ പറയുക, ആവി പോണ പോലെ നന്നായിട്ട് സോർട്ട് ഔട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ വെള്ളം പോയിന്ന് നമുക്ക് ഉറപ്പ് വന്നു കഴിയുമ്പോൾ, ഇങ്ങനെ വാടിയെന്ന് ഉറപ്പ് വന്നു കഴിയുമ്പം പിഷർ പോലെ കാണുമ്പോൾ മാത്രം നമ്മൾ ഇതിലോട്ട് നെയ്യ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ 3 വലിയ സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് നെയ്യ് ഇട്ട് കൊടുക്കാം. വേണമെന്നുള്ളവർക്ക് ഞാൻ 3 സ്പൂൺ മാത്രമേ ഇടുന്നുള്ളൂ. അത് എൻ്റെ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അത്ര മതി എന്ന് ഉദ്ദേശിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതലിടണമെങ്കിൽ കൂടുതലിടാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗീ ഇട്ടതിന് ശേഷം നന്നായിട്ടിത് വീണ്ടും വഴറ്റി കൊടുക്കണം. ക്യാരറ്റ് നെയ്യിൽ കിടന്ന് നല്ല രീതിയിൽ വഴണ്ടി ചെയ്യുമ്പോൾ നല്ല സ്മെല്ല് വരും, അടിപൊളിയാണ്. അതിനുശേഷം ഞാനിവിടെ എടുക്കുന്നത് 500 ഗ്രാം ക്യാരറ്റ് നമ്മൾ ഷ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് 125 ഗ്രാം ഷുഗറാണ്. അതേ കണക്കിനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പം 125 ഗ്രാം ബ്രൗൺ ഷുഗറാണ് ഞാൻ എടുത്തേക്കുന്നത്.
അതുകൊണ്ട് തന്നെ എൻ്റെ ക്യാരറ്റ് ഹൽവയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കളറിൻ്റെ ഇത് കിട്ടിയെന്ന് വരില്ല. പക്ഷേ വൈറ്റ് ഷുഗർ ആണെങ്കിൽ കുറച്ചും കൂടി കളർഫുള്ളായിട്ട് ക്യാരറ്റിനെ എടുത്തറിയാൻ പറ്റും. ഇത് ബ്രൗൺ ഷുഗർ ആകുമ്പോൾ അതിൻ്റെയും കൂടി ആ ബ്രൗൺനെസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കളർ ഡിമ്മായിട്ട് തോന്നും. പക്ഷേ എൻ്റെ കയ്യിലുള്ള ഷുഗർ ഇതായതുകൊണ്ടാണ് കേട്ടോ ഞാനിത് എടുത്തത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, വൈറ്റോ ബ്രൗണോ എന്ത് രീതിയിലും വേണമെങ്കിലും ഷുഗർ എടുക്കാം. നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ കാണണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ഷുഗർ എടുക്കണം, അല്ലെങ്കിൽ നോ പ്രോബ്ലം കേട്ടോ. അത് അടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ 1 ലിറ്റർ പാല് ഞാൻ കാച്ചി കുറിച്ച് അത് ഒരു 100 ml രീതിയിലാക്കിയിട്ടുണ്ട്. ആ പാലാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ഒഴിച്ചേക്കുന്നത്, അല്ലാതെ സാധാ പാലല്ല. കുറേ സമയം വേണം ഇതൊന്ന് കഷ്ടപ്പെട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം കഷ്ടപ്പെടാൻ ആഗ്രഹമുള്ളവർ മാത്രം ഇങ്ങനെ രീതിയിൽ ഉണ്ടാക്കിയാൽ മതി, അല്ലാത്തവർക്ക് സിമ്പിളായിട്ട് കുക്കറിലൊക്കെ ഉണ്ടാക്കാമെന്നുള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടം. അതിന് ശേഷം ഞാൻ അടുത്ത് ഇടാൻ പോണതാണ് നമ്മുടെ കോവ. ഈ ക്യാരറ്റ് ഹൽവയിലെ മെയിൻ പ്രധാനിയായിട്ടുള്ള താരമാണ്. ഇത് ഉണ്ടാക്കാൻ എൻ്റെ പൊന്നു മക്കളെ എന്തോരം സമയം പിടിച്ചെന്നറിയാം. കോവ ഉണ്ടാക്കുന്നത് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കണതിൻ്റെ വീഡിയോ ഇട്ടുതരാം, അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നോക്കിയാലും കണ്ടു കിട്ടും കേട്ടോ കോവ ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന്. പക്ഷേ കോവ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി വൈറ്റിഷ് ആയിട്ടാണ് ഇരിക്കേണ്ടത്. ഞാൻ ഉണ്ടാക്കിയത് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലായതുകൊണ്ട് പാല് അടുക്കി പിടിച്ചു പോയി, പക്ഷേ ടേസ്റ്റിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ബ്രൗണിഷ് കളറായതാണ്. അത് സ്വാഭാവികം, അങ്ങനെ ആവുന്നത് സ്വാഭാവികമാണ്. അപ്പം ഹോം മെയ്ഡ് കോവയാണ് ഞാനെല്ലാം ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ആഡ് ചെയ്തത് കാടമമാണ്. അത് എൻ്റെ ഭാഗത്ത് പറ്റിയൊരു തെറ്റുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊലി കളഞ്ഞ് സീഡ് മാത്രം ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ ഞാൻ ശ്രമിക്കേണ്ടതിന് ഞാൻ വെറുതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തോളൂ. അപ്പം അതിന് ക്യാരറ്റ് ഹൽവ കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ കടിക്കുന്ന ഒരു ഡിസ്റ്റർബൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങളിൽ ഉണ്ടാക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാടമം ഫൈനായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അപ്പം അതാണ് ലാസ്റ്റ്ലി നമ്മൾ നട്ട്സാണ് ഞാനിവിടെ എടുക്കുന്നത്. നട്ട്സിൽ ഞാൻ ഹേസൽ നട്ടും പിന്നെ പിസ്തയും ആണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ കയ്യിൽ കാഷ്യൂ നട്ട്സ് മറ്റേ ഫ്ലേവേർഡാണുള്ളത്, പ്ലെയിൻ ഇല്ലായിരുന്നു. സോ ഞാൻ ഹേസൽ നട്ട് കാഷ്യൂ പിസ്ത ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടടാ, ഫിനിഷ്, നമ്മുടെ ക്യാരറ്റ് ഹൽവ തീർന്നു. അപ്പം ഇത് അടിപൊളി ഒരു ഡിഷാണ്, നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഗാർണിഷ് ചെയ്യുന്നത് ഞാൻ കുറച്ച് ആൽമണ്ട്സിൻ്റെ സ്ലൈസസും കുങ്കുമപ്പൂ ഇട്ടിട്ടാണ് ഗാർണിഷ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഡിഷ് കുറച്ച് കഷ്ടപ്പെടാമെന്ന് ആഗ്രഹമുള്ളവർ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. അടിപൊളിയായിട്ടുള്ള സംഭവമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. മധുരവും ആവറേജാണ്, അങ്ങനെ തോനെ മധുരമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നമസ്തേ കൊച്ചിന്ന്, ബൈ, സീ യു ഓൾ, ലവ് യു.